ഹലോ ഗെയ്സ്, ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. കാർട്ടൂസ് വ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാടൻ ഒറോട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ചേച്ചിയും അമ്മയും ഉണ്ട് ഒന്നിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡാണല്ലോ ഇപ്പോൾ ഒറോട്ടിയെല്ലാം കിട്ടുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നാടൻ ഒറോട്ടി നമുക്ക് വരുന്ന സമയത്തും പണ്ട് കാലത്തെല്ലാം ഇങ്ങനെ പെട്ടെന്ന് റെഡിമെയ്ഡൊന്നും കിട്ടാത്ത ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് അരച്ചെടുത്തിട്ട് അടുപ്പിൽ തീയ കൂട്ടി അതിൽ ഉണ്ടാക്കുന്ന ഒറോട്ടിയാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നാടൻ കോഴിക്കറിയും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഒരു വിരുന്ന് വന്നാൽ പെട്ടെന്ന് ഒറോട്ടിയെല്ലാം നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടും. അതുപോലെ കോഴിക്കറി കിട്ടും. അല്ലെങ്കിൽ നാടൻ കോഴി നമ്മൾ പുഴയിൽ വാങ്ങിയിട്ട് ഉണ്ടാക്കും അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്. ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. അമ്മക്ക് നന്നായി ഒറോട്ടി ഉണ്ടാക്കാൻ അറിയും, അതുപോലെ ചേച്ചിക്കും അറിയും. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടാ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ റേഷൻ അരി ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഒരു 4-5 മണിക്കൂർ കുതിർത്തതിന് ശേഷം അത് നന്നായി കഴുകി പിന്നെ ഗ്രൈൻഡറിലോ അരക്കല്ലിട്ട് നന്നായിട്ട് ഈ ഉണ്ട പരുവത്തിൽ നമുക്ക് ഒരു ഉരുള പോലെ കിട്ടുന്ന പരുവത്തിലാകുന്ന പോലെ മെതിച്ചിട്ട് അത് എടുത്ത് ഇതുപോലെ പരത്തി എന്തെങ്കിലും തുണിയിൽ പരത്തി അത് ഓട്ടിലിട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചേച്ചി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് റോട്ടി. അത് ഓടാണതാ, ഇങ്ങനെ നന്നായി പരത്തണം. ഒരു കയ്യിൽ ഒതുങ്ങുന്ന വിധത്തിൽ ഒരു ഉരുള എടുക്കുക, ഒരു അരിയുണ്ട എടുക്കുക, നന്നായി പരത്തണം. നല്ല വട്ടത്തിലാവുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം മെനക്കെടണം, എന്നാലും ചെയ്യുന്നവർക്ക് എളുപ്പമാണ് കേട്ടോ ഇതെല്ലാം. അതുപോലെ കൈ ഫുള്ള് റൗണ്ട് ചെയ്യണം. കണ്ടല്ലോ, നല്ല അമർത്തി എന്നിട്ട് നല്ല കൈ കൊണ്ട് തന്നെയല്ലേ കേട്ടോ, നന്നായിട്ട് അത് വട്ടത്തിൽ നന്നായി ചെയ്യണം. മുമ്പ് ഇട്ടതെല്ലാം ശരിയായിട്ടുണ്ട്, പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായി പൊങ്ങി വരും. ഇത് തോർത്തുനിന്ന് ആ തുണിയിൽ നിന്ന് എടുക്കുന്നത് മെല്ലെ എടുക്കണം. അതേപോലെ റൗണ്ട് കിട്ടും. കിട്ടിയല്ലോ. ഇനിയിപ്പോൾ അത് അതിലേക്ക് ഇട്ടു. അപ്പോഴേക്ക് വേറൊന്ന് നമുക്ക് നന്നായി പരത്താൻ പറ്റും. നമ്മൾ അത് മറച്ചിടുന്നുണ്ട് ചേച്ചി. കണ്ടല്ലോ ഗെയ്സ്, ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇത് പൊങ്ങി വരുന്ന നോക്കിയേ, നന്നായി നടുവിൽ ഭാഗമെല്ലാം പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് പൊങ്ങി വരാൻ ഒരു സൈഡെല്ലാം പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പാത്രത്തോണ്ടോ അല്ലെങ്കിൽ ചട്ടുകം അത് വെച്ചിട്ടോ പൊക്കാം. അത് ഒരു ഭാഗത്തെല്ലാം പൊങ്ങുന്ന കണ്ടല്ലോ ഗൈസ്. നന്നായിട്ട് 2 ഭാഗം പപ്പടം 2 ഭാഗമായിട്ട് കിട്ടുന്ന പോലെ ഇതും അങ്ങനെ അതേപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കഴിച്ചവർക്കറിയാം അത് എത്രമാത്രം ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പം നല്ല കോഴിക്കറി, നാടൻ കോഴിക്കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഇപ്പോഴേ വായിൽ വെള്ളം വരുന്നു. ഇനി കുളിച്ചിട്ട് വേണം നമുക്കെല്ലാം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ, ആഹാ, നല്ല മണം. ചേച്ചി ഏകദേശം ചുട്ടെടുത്തിട്ടുണ്ട്, തീരാറായതാ. പൊങ്ങുന്നുണ്ടല്ലോ, നോക്കിയേ. വാ, ആ ഒറോട്ടിക്ക് വെന്ത് കിട്ടുമ്പോഴുള്ള ആ മണവും വല്ലാത്തൊരു ഇത്. കുറേ ആയി നമ്മൾ ഇങ്ങനെ ഈ ഒറോട്ടിയൊന്നും ഉണ്ടാക്കാത്തത്. ചിക്കൻ കറിയും ഒറോട്ടിയും കൂട്ടി കഴിക്കണം എന്ന് കുറേ ആയി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പത്തലോ പൊറോട്ടയോ എന്തെങ്കിലും വാങ്ങാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒറോട്ടി ചുടാൻ. കുറേ ആയി ഒറോട്ടി തിന്നാത്തത്. ഒറോട്ടി കിട്ടുന്നുണ്ട്, ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട് റെഡിമെയ്ഡെല്ലാം. എന്നാലും നമ്മൾ കൈകൊണ്ട് ചുട്ടെടുക്കുന്ന ആ ഒരു ഒറോട്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കുളിച്ചിട്ടെല്ലാം വന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് നമ്മൾ പുറത്ത് അടുക്കള കിച്ചണുണ്ട്, ആടെ തന്നെയാണ് നമ്മൾ ഇതെല്ലാം കഴിക്കുന്നത്. വാവ്,
എന്തു ടേസ്റ്റ്. എൻ്റെ വായിൽ ഇപ്പോഴും വെള്ളം ഊറുന്നുണ്ട് ഈ പറയുമ്പോഴും. അപ്പോൾ അമ്മ, ചേച്ചി, മോൻ എല്ലാവരും താഴെ ഇരുന്നിട്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യണം.